സന്തോഷായി. കുറെ നാളത്തെ ആഗ്രഹങ്ങൾ മാറിക്കിട്ടി. ഇവിടെ ഈ പിയാനോ ഉണ്ടല്ലോ തന്നെത്താനിരുന്ന് വായിക്കുക. എന്തോ ബാധ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ലിയനാർഡോ ഡാവിഞ്ചിയുടെ റിയൽ പെയിന്റിങ് 2 എണ്ണമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. Oh, what's that? Oh, really? ഇതാണ് ഒറിജിനൽ ക്യാപ്സ്യൂൾ, യൂറി ഗഗാരിൻ ഇറങ്ങിയ ക്യാപ്സ്യൂൾ. ഹായ്, ഹലോ, നമസ്കാരം. ഞങ്ങൾ റഷ്യയിലാണുള്ളത്. റഷ്യയുടെ നോർത്തേൺ ക്യാപിറ്റലായ സെന്റ് പീറ്റേഴ്സ്ബർഗില് ഇന്നലെ എത്തി. അപ്പൊ ഗായ്സ്, ഇറ്റ്സ് മീ ലിൻഡ ആൻഡ് കാർത്തിക്. വെൽക്കം ടു അവർ വീഡിയോ. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തിറങ്ങിട്ടോ. മണി 9:30 എങ്ങനെയുണ്ട് ബ്രോ ഇവിടുത്തെ ക്ലൈമറ്റ്? അടിപൊളി ക്ലൈമറ്റ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം കൈ ജാക്കറ്റിനുള്ളിലായിട്ടുള്ള നല്ല തണുപ്പാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ കാഴ്ചകൾ കാണാൻ പോവാണ്. രാവിലെ 9:30 രാത്രി പോലാണ്. സൂര്യനൊക്കെ കാണാൻ കൊതിയാവുന്നു. ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടലാട്ടോ ഇത്. ഞങ്ങളുടെ കൂടെ 22 പേരുണ്ട്. ഗ്രൂപ്പ് ടൂർ ആണ് വന്നിരിക്കുന്നത്. സഹറ ടൂറിസ്റ്റിന്റെ റഷ്യൻ ട്രിപ്പ്. ഗുഡ് മോർണിംഗ്. Oh, what's that? Oh, really? Okay. Dobra Utra means good morning. നമുക്ക് ബസ്സിൽ കയറാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗോവ ഉത്ര. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിട്ടോ. ഞങ്ങൾക്കൊരു റിസീവറും ഹെഡ്ഫോണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു മ്യൂസിയം കാണാൻ പോവാണ്. ഡീറ്റെയിൽസ് ഒക്കെ പുള്ളിക്കാരി പറഞ്ഞു തരും. നമുക്ക് ഈ ഹെഡ്ഫോൺ വഴി കേൾക്കാൻ പറ്റും. ഈ പച്ച കളറിൽ കാണുന്നില്ലേ, അതാണ് വിന്റർ പാലസ്. ഈ വിന്റർ പാലസിന്റെ ഉള്ളിൽ കയറാൻ പോവാ ഞങ്ങളിപ്പോ. ഞങ്ങളങ്ങനെ ഹെർമിറ്റേജ് മ്യൂസിയത്തിന്റെ എൻട്രൻസിലേക്ക് കയറി. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മ്യൂസിയമാണ് ഈ സ്റ്റേറ്റ് ഹെർമിറ്റേജ് മ്യൂസിയം. ഫ്രാൻസിലെ ലൂ മ്യൂസിയം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയമാണിത്. ഏകദേശം 30 ലക്ഷത്തിലധികം കലാസൃഷ്ടികളും ചരിത്രരേഖകളും ഇവിടെയുണ്ട്. നോക്കുന്നിടത്തെല്ലാം കലയും ചരിത്രവും മാത്രം. 6ഓളം കൂറ്റൻ കെട്ടിടങ്ങൾ ചേർന്നതാണ് ഈ മ്യൂസിയം. ലിയനാർഡോ ഡാവിഞ്ചി മുതൽ മൈക്കൽ ആഞ്ചലോ വരെയുള്ള വിശ്വവിഖ്യാത കലാകാരന്മാരുടെ സൃഷ്ടികൾ ഇവിടെയുണ്ട്. ചരിത്ര പ്രേമികൾക്കും കലയെ സ്നേഹിക്കുന്നവർക്കും ഇതൊരു സ്വർഗമാണ്. ഓരോ ഗാലറിയിൽ കയറുമ്പോഴും നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നത് പോലെ തോന്നും. ഈ കാണുന്ന ഹെർമിറ്റേജിന്റെ വിസ്മയങ്ങൾക്ക് പിന്നിൽ ഒരു മനുഷ്യന്റെ ദീർഘവീക്ഷണമുണ്ട്. സാക്ഷാൽ പീറ്റർ ദ ഗ്രേറ്റ്. ഇവിടുന്ന് നേരെ കയറുന്ന എങ്ങോട്ടെന്നറിയോ? പീറ്റർ ദ ഗ്രേറ്റിന്റെ റൂമിലേക്ക്. ഇവിടുത്തെ ഓരോ ഗാലറിയിലൂടെ നടക്കുമ്പോഴും പീറ്റർ ചക്രവർത്തിയുടെ കാലത്തെ ആ രാഷ്ട്രീയ പ്രൗഢി നമുക്ക് അനുഭവപ്പെടും. അദ്ദേഹം നേരിട്ട് ശേഖരിച്ച അമൂല്യമായ വസ്തുക്കളും പണ്ട് അദ്ദേഹം ഇരുന്നിരുന്ന സിംഹാസനവും ഇന്നും ഇവിടെ കേടുപാടുകൾ കൂടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. പാലസിന്റെ ഉള്ളിലെ ഒരു ചാപ്പലാണിത്. ഈ ചർച്ചിന്റെ അൾത്താര. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിന്റെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങി. 2 മണിക്കൂർ ഇതിന്റെ അകത്ത് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. വീഡിയോ പക്ഷെ വെറും 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ തിരിച്ചു കയറി ഒന്ന് ബസ്സിൽ കയറിയിരുന്നു. ഇനി ഒരു ലഞ്ച് ബ്രേക്കാണ്. ഞങ്ങൾ അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഇന്നലെ വന്ന അതേ ഗലേറിയ മോളിൽ തന്നെ കേട്ടോ ലഞ്ച് കഴിക്കാൻ വന്നത്. ഫുഡ് വന്നു. രാമേട്ടൻ. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറും കൊണ്ട് ഭക്ഷണം കഴിച്ചിറങ്ങി. ഇനി നേരെ ബസ്സിൽ കയറിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ കത്തീഡ്രലിന്റെ മുന്നിൽ വന്നിട്ടാണ് നിർത്തിയത്. ഇന്നത്തെ ദിവസം കാണാനറിയോ? ദൂരെ നിന്ന് നോക്കിയാൽ ഒരു കൊട്ടാരം പോലെ തോന്നിപ്പിക്കുന്ന മനോഹരമായ നിറങ്ങളുള്ള ചർച്ച് ഓഫ് ദി സേവിയർ ഓഫ് സ്പിൽഡ് ബ്ലഡ് എന്ന പേരിലുള്ള ഒരു പള്ളിയാണിത്. സ്പിൽഡ് ബ്ലഡ് എന്നാൽ ചിന്തിയ രക്തം. 2ാം ലോക മഹായുദ്ധകാലത്ത് ഒരു ബോംബ് ഈ പള്ളിയുടെ മുകളിൽ വന്ന് വീണിരുന്നു. തകർക്കപ്പെടാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടും ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ഈ പള്ളി റഷ്യയുടെ അതിജീവനത്തിന്റെ അടയാളം കൂടിയാണ്. അടുത്തത് ഞങ്ങൾ വന്നത് വാർഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. അറൗണ്ട് 120 വർഷം പഴക്കമുള്ള ഒരു യുദ്ധക്കപ്പലാണത്. സോവിയറ്റ് യൂണിയന്റെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത വീരനാണ് കിടക്കുന്നത്. ഇപ്പൊ ഈ യുദ്ധക്കപ്പൽ ഒരു മ്യൂസിയം ആണ് കേട്ടോ. പക്ഷെ കറന്റ്ലി ഇത് അടച്ചിട്ടിരിക്കുവാണ്. കുറച്ച് മാസത്തേക്ക് റിനോവേഷൻ ആണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ വീണ്ടും തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അതിന്റെ തൊട്ടടുത്തൊരു സുവനീർ ഷോപ്പ് ഉണ്ട്, അവിടെ വന്ന് കയറി.
അടുത്തത് ഞങ്ങൾ വന്നിറങ്ങിയത് കസാൻ കത്തീഡ്രൽ. ഫുള്ള് കോളംസ് ആണ് ഇവിടെ. ഒരു സെമി സർക്കിൾ പോലെയാണ് ഈ കത്തീഡ്രൽ ഇരിക്കുന്നത്. നമ്മൾ അതിന്റെ അകത്തോട്ട് കയറാൻ പോവാ. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ റോഡിലൂടെ നടക്കുമ്പം ആരുടെയും കണ്ണിലുടക്കുന്ന ഒരു കൂറ്റൻ ബിൽഡിംഗ് ആണ് കസാൻ കത്തീഡ്രൽ. ഒറ്റ നോട്ടത്തില് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്കുണ്ട് ഇതിന്റെ പ്രൗഢി. ഈ കത്തീഡ്രലിന് ഇത്രയേറെ പ്രാധാന്യം വരാനുള്ള ഒരു പ്രധാന കാരണമുണ്ട്. റഷ്യക്കാര് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അവർ ലേഡി ഓഫ് കസാൻ എന്ന അത്ഭുതകരമായ ചിത്രം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. റഷ്യയുടെ കാവൽ മാലാഖയായാണ് ഈ ചിത്രം അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ കസാൻ കത്തീഡ്രൽ കണ്ട് പുറത്തിറങ്ങി. ഞങ്ങൾ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. റോഡൊക്കെ ക്രോസ് ചെയ്ത് ഫൈനലി നമ്മളെത്തി. ഇതൊരു ഷോപ്പാണ്, പക്ഷെ ഇപ്പൊ ഇതൊരു മ്യൂസിയം പോലെയാണ്. ഇവിടെ കണ്ടിട്ട് ടെംപ്റ്റേഷൻ ആയി. അങ്ങനെ ഞങ്ങൾ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഹാർട്ടിന്റെ ഷേപ്പിലുള്ള എന്തോ സാധനം. ഇതാണ് ഐറ്റം. സ്വീറ്റ് പഫ്സിന്റെ ടേസ്റ്റ്. ഇവിടെ ഈ പിയാനോ ഉണ്ടല്ലോ, തന്നെത്താനെ ഇരുന്ന് വായിക്കുക. എന്തോ ബാധ കയറിയിട്ടുണ്ടെന്തോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ബസ്സിൽ കയറാൻ പോവാ. സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ കാഴ്ചകളൊക്കെ കണ്ട് റഷ്യയുടെ ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനിൽ കയറിയാണ് ഞങ്ങൾ തിരിച്ച് മോസ്കോയിൽ എത്തിയത്. റഷ്യയിലെ സ്പേസ് മ്യൂസിയത്തിന്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മോസ്കോയിൽ വന്നാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണ് ഇവിടുത്തെ കോസ്മോനോട്ടിക്സ് മ്യൂസിയം. ബഹിരാകാശ ഗവേഷണത്തിൽ റഷ്യ കൈവരിച്ച നേട്ടങ്ങളാണ് ഇവിടെ പ്രധാനമായും കാണാൻ കഴിയുക. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപകരണമായ സ്പുട്നിക്, യൂറി ഗഗാറിൻ സഞ്ചരിച്ച വോസ്റ്റോക്ക് പേടകത്തിന്റെ മാതൃക എന്നിവയൊക്കെ ഇവിടെ വളരെ വ്യക്തമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 85,000-ഓളം വ്യത്യസ്തമായ വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിന്റെ ശേഖരത്തിലുള്ളത്. ഇവിടെ നമ്മളെ കൗതുകപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ബെൽക്ക, സ്ട്രെൽക്ക എന്നീ ഡോഗ്സിന്റെ സാന്നിധ്യമാണ്. ബഹിരാകാശത്ത് പോയി സുരക്ഷിതമായി തിരിച്ചെത്തി ഇവരുടെ ടാക്സിഡേമി ചെയ്ത രൂപങ്ങൾ ഇന്നും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മിർ സ്പേസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി നോക്കാനും അവിടുത്തെ സൗകര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. ബഹിരാകാശ യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ഉപകരണങ്ങളും പുറമെ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന യഥാർത്ഥ കല്ലും മണ്ണും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതാണ് ഒറിജിനൽ ക്യാപ്സ്യൂൾ, യൂറി ഗഗാരിൻ ഇറങ്ങിയ ക്യാപ്സ്യൂൾ. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ബഹിരാകാശ പേടകത്തിനുള്ളിൽ ഇരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ഈ മ്യൂസിയം നമുക്ക് നൽകുന്നത്. മ്യൂസിയം കാണാൻ വന്നതാ, പഠിക്കാൻ വന്നതാ, ആകെ ബഹളമാണ്. ഞങ്ങളങ്ങനെ സ്പേസ് മ്യൂസിയം കണ്ടിറങ്ങി. സന്തോഷായി. കുറെ നാളത്തെ ആഗ്രഹങ്ങൾ മാറിക്കിട്ടി. കുറെ നാളത്തെ ആഗ്രഹം സാധിച്ചു കിട്ടി. ഇതോടുകൂടെ ഞങ്ങളുടെ റഷ്യൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു രാജ്യത്തെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇവിടെ വരെ കണ്ട ഒന്ന് കമന്റ് ഇടണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.